ഞാനോ നീയോ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, പക്ഷെ എന്നെ കാണുമ്പോ രാജു പേടിച്ചതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ചോദിച്ചു പോയതാ. എനിക്ക് ഇപ്പൊ നിന്നോടൊരു കുറ്റബോധമുണ്ട്. ഞാൻ നിന്നെ തല്ലിയത് തെറ്റായിപ്പോയി. ഒരു പെണ്ണിന്റെയും ശരീരത്ത് കൈവച്ചൂടാ, അത് തെറ്റ് തന്നെയാ. തല്ലിയതിന്റെ പിറ്റേ ദിവസം നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുകയും ചെയ്തു. രാജു ഒരർത്ഥത്തിൽ എന്നെ തല്ലിയത് നന്നായി. രാജു ആ തല്ലി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ പിന്നെയും രാജുവിന്റെ പിറകെ വരുമായിരുന്നു. കാരണം രാജുവിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇഷ്ടമായിരുന്നു എന്നല്ല, ഇപ്പോഴും അതുപോലെ ഇഷ്ട. എന്റെ ദൈവമേ, വഞ്ചി പിന്നെയും തിരുനക്കര തന്നെ. ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ നിന്നെ തല്ലിയത്. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ പ്രണയം എന്നത് എന്റെ അവകാശമല്ലേ രാജു. രാജു എന്റെ പ്രണയം നിരസിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ രാജുവിനെ പ്രണയിക്കരുതെന്ന് മാത്രം പറയരുത്. കാരണം ആരെ പ്രണയിക്കണമെന്നുള്ളത് എന്റെ തീരുമാനാ. ഇതെന്ത് വിചിത്രവാദം നന്ദനെ. ഞാൻ ഇന്നൊരു ഭർത്താവാണ്. എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു പെണ്ണ് എന്റെ കൂടെയുണ്ട്. ആയിക്കോട്ടെ, ഞാനും ഇന്നു മുതൽ ഒരു ഭാര്യയാ. ഭാര്യയായി എനിക്ക് മറ്റൊരാളോടുള്ള പ്രണയം ഹൃദയത്തിൽ സൂക്ഷിക്കരുതെന്നുണ്ടോ? ഇത് വലിയ കുഴപ്പമാവുമല്ലോ. എന്തായാലും ഇന്ന് തന്നെ ഋതുവിനോടെല്ലാം തുറന്നു പറയണം. എനിക്ക് രാജുവിനോട് വളരെ വളരെ നന്ദിയുണ്ട്. എന്തിന്? ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ കാരണക്കാരൻ രാജുവാ. ഞാനോ? അതെ, ദീപകിനെ പോലത്തെ ഒരാളെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറായതേ ഇപ്പോഴും ഞാൻ എൻ്റെ പഴയകാല പ്രണയത്തെ അത്രയും ആഴത്തിൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതുകൊണ്ടാ. ഇയാളെന്താടോ പിച്ചുമ്പയും പറയുകയാണോ? എന്തൊക്കെ അപകടങ്ങളാ താൻ വിളിച്ചു വരുത്തുന്നെന്ന് അറിയോ? രാജു, അച്ഛൻ ഈ ദീപകിനെ കല്യാണം കഴിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോ ഇതുപോലൊരു വൃത്തികെട്ടവനെ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറായതേ എന്തുകൊണ്ടാന്നറിയോ? രാജു ഇവിടെ ഉള്ളതുകൊണ്ട്. രാജു എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിലും രാജു ഉള്ളിടത്ത് ജീവിക്കാനാ എനിക്കിഷ്ടം. ദീപകിന്റെ ഭാര്യയായിട്ടാണെങ്കിലും എനിക്ക് രാജു ഉള്ളിടത്ത് ജീവിച്ചാൽ മതി. മനസ്സില് ദീപക്കായിരിക്കില്ല, രാജു ആയിരിക്കും. എന്നും രാജു തന്നെയായിരിക്കും. എന്തൊക്കെയാ നന്ദന നീ പറയുന്ന? നീ ഇന്ന് മറ്റൊരാളുടെ ഭാര്യ. ഒരു താലി കിട്ടിയാൽ മാത്രം ഭാര്യയാവോ? എന്റെ പ്രണയം എന്നും രാജുവിനോടായിരിക്കും. രാജുവിനെ മറക്കാൻ എനിക്കാവില്ല. മാറാനല്ലേ പറഞ്ഞു നന്ദനെ. വിടും. മേലിൽ ഇത് ആവർത്തിക്കരുത്. തന്റെ മനസ്സിൽ പഴയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് മറന്നേക്കണം.